ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യണതല്ല കേട്ടോ. പിന്നെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറയാം എന്താണ് കാര്യം എന്ന് പെട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കുറച്ച് റീച്ച് ആയതാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഇട്ടു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമേ ഞാൻ കാണിച്ചു തരാം. 267K ആയിട്ടുള്ള ഹൗസ് പാട്ട് പാടുന്നൊരു വീഡിയോ. അപ്പം അതിനകത്ത് കമൻസ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ആരെ കള്ളത്തരം പറഞ്ഞു, മൈക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ലൈക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് കുറച്ചാൾ. അപ്പോൾ എല്ലാവരുടെ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെപ്പോഴും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് എന്താ ചേച്ചി അങ്ങനെ ഇട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്. ഒരാളോട് പറയാൻ പറ്റൂലല്ലോ. എന്തായാലും കുറച്ച് കമൻസിന് ഞാൻ ഇവിടെ അടിയിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു 3 വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതേ കോസ്റ്റ്യൂമിലാണെങ്കിലും ഒരു 3 വീഡിയോ അറ്റ്ലീസ്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇനിയും ഈ ഡ്രസ്സിലുള്ള, അതായത് ഈ ഡ്രസ്സിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്നൊരു വീഡിയോ വേറൊരു വീഡിയോ, അങ്ങനെ 4 വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 വീഡിയോസും 2 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത് തന്നെ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ആ വീഡിയോക്കകത്ത് ഞങ്ങൾ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ മൈക്ക് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മൈക്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസിന് ഞാൻ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് പറഞ്ഞു വീഡിയോ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പാട്ട് പാടാമേന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഹൗസ് ഓൾറെഡി പാട്ട് പാടുന്ന ഡയറക്റ്റുള്ള വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു തോട്ട് അവളോട് പറയാതെ ഞാൻ വിചാരിച്ചു മോളെ നീ പ്രാക്ടീസ് ചെയ്യും, ഞാൻ ഉള്ളിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഉണ്ട്, നീ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയും. അപ്പോൾ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് അവൾ ഒരു പ്രാവശ്യം പാടി, 2ാമത്തെ പ്രാവശ്യം പാട്ട് പാടുമ്പോൾ എനിക്ക് തോന്നി ആ ഐഡിയ നമുക്ക് വർക്കൗട്ട് ആക്കിയാലോ. അങ്ങനെയാണ് ഞാൻ മൊബൈൽ അവിടെ കൊണ്ടുപോയിട്ട്, ക്യാമറ അല്ല കേട്ടോ, മൊബൈൽ കൊണ്ടുപോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി മൈക്ക് അവിടെ സെറ്റിംഗ് ആണ്, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മൈക്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കള്ളത്തരം പറഞ്ഞതായിരുന്നില്ല. അപ്പോൾ റീൽസും റിയലും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം കാണുന്നതെന്ന് ശരിയായിരിക്കണം എന്നില്ല. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, ചിലപ്പോൾ ഞാനായാലും കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ റീച്ചിന് ലൈക്കിന് വേണ്ടി കള്ളത്തരമൊന്നും പറയാറില്ല കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാറുണ്ട്. അതിലൂടെ മാത്രമേ ഞങ്ങൾക്ക് വ്യൂസും ലൈക്കും കിട്ടാറുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് കള്ളത്തരം പറയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം വന്നതാണ്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അത്രയും.